പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 77 അധ്യായം 19 തിരുവചനത്തിലൂടെ തിരുവചനം ഇങ്ങനെയാണ് സംസാരിക്കുന്നത്. അങ്ങയുടെ വഴി സമുദ്രത്തിലൂടെയും അങ്ങയുടെ പാത പെരുവെള്ളത്തിലൂടെയും ആയിരുന്നു. അങ്ങയുടെ കാൽപ്പാടുകൾ അദൃശ്യമായിരുന്നു. മനുഷ്യൻ്റെ ബുദ്ധിക്കും ആലോചനയ്ക്കും അസാധ്യമെന്ന് തോന്നുന്ന ഇടങ്ങളിലൂടെ എപ്പോഴും വഴിയൊരുക്കുവാനാണ് കർത്താവ് ഇഷ്ടപ്പെടുന്നത്. സമുദ്രത്തിലൂടെയും പെരുവെള്ളത്തിലൂടെയും വഴിയൊരുക്കുക മനുഷ്യനെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്നാൽ കർത്താവ് ആഗ്രഹിക്കുന്നത് ഈ പ്രതിബന്ധങ്ങൾക്കും പെരുവെള്ളത്തിനും ഇടയിലൂടെ ഒരു വഴി നമുക്കായി ഒരുക്കുവാനാണ്. അങ്ങനെയുള്ള ഒരു വഴിയാണ് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ചെങ്കടലിന് നടുവിലൂടെ ദൈവം ഒരുക്കിയത്. നമ്മുടെ പ്രശ്നങ്ങളും ഒരു സമുദ്രം പോലെ അവസാനം ഇല്ലാത്തതാണെന്ന് നമുക്ക് തോന്നാം. പെരുവെള്ളം പോലെ നമ്മെ തൂത്തെറിയുമെന്ന് നമ്മൾ പലപ്പോഴും വിചാരിക്കും. എന്നാൽ ഈശോ പറയും, ഈ പെരുവെള്ളം പോലെ ഇരച്ചു വരുന്ന നിന്റെ പ്രതിസന്ധികളിൽ സൂക്ഷിച്ചു നോക്കിയാൽ എൻ്റെ കാൽപ്പാടുകൾ നിനക്ക് കാണാൻ സാധിക്കും. കർത്താവാണ് നിനക്കായി അവിടെ വഴിയൊരുക്കുന്നത്. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെയും ജീവിതത്തിലെ പെരുവെള്ളം പോലെയുള്ള, സമുദ്രം പോലെയുള്ള അന്തമില്ലാത്ത അവസാനമില്ലാത്ത പ്രതിസന്ധികളെ നമുക്കും ഈശോയ്ക്ക് കൈമാറാം. അവിടുന്ന് പറയുന്നു, നിന്റെ പ്രതിസന്ധികളിൽ എൻ്റെ കാൽപ്പാടുകളുണ്ട്, ഞാനാണ് നിനക്ക് വഴിയൊരുക്കുന്നത്. ഈ തിരുവചനം കേൾക്കുന്ന എല്ലാവരിലും ഈ വചനത്തിൻ്റെ അഭിഷേകം നിറയപ്പെടട്ടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.